അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇരുലോകത്തും വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമളാനിൻ്റെ നടുവിലത്തെ 10 നമ്മളോട് വിട ചോദിക്കാൻ ഇരിക്കുകയാണ്. അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന ഒരു ഏതാനും കുറഞ്ഞ ദിവസങ്ങൾ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ 10ലാണ്. അവസാനത്തെ 10 വിശുദ്ധ റമളാനിലെ ഏറ്റവും പ്രതിഫലം നിറഞ്ഞ രാപ്പകലുകൾ. ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം റമളാനിൻ്റെ ആ പവിത്രത കൂടുതൽ ലഭ്യമാക്കുന്നത് അവസാനത്തെ 10ലാണ്. പക്ഷേ പല ആളുകൾക്കും അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ വരുന്നതും അവസാനത്തെ 10ആണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലെ അവസാനത്തെ 10ലെ അവിടുത്തെ ഇബാദത്തുകളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാന മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. അഥവാ റമളാനിലെ മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത ആരാധനകളിലെ ഒരു കഠിനാധ്വാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവസാനത്തെ 10ൽ നിർവഹിക്കുമായിരുന്നു. അഥവാ ഇബാദത്തിൻ്റെ കാര്യത്തിൽ വളരെ ആ ഇബാദത്തിലുള്ള ഒരു അത്യാഗ്രഹം, ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അമിതമായ ആവേശം, മറ്റു ദിവസങ്ങളിൽ ചെയ്യാത്ത അത്ര ഒരു ആരാധനയിലെ ഒരു കണിശത പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10ൽ നബിതങ്ങൾ നിർവഹിക്കുമായിരുന്നു. അവിടത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള സ്വഹാബിമാർ പഠിപ്പിക്കുന്നത്, ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ, അവസാനത്തെ 10 പ്രവേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹിയാ ലൈലഹു, രാത്രിയെ നബിതങ്ങൾ ഉറക്കമൊഴിക്കും. വഅയ്ഖലാഹു ലഹു, എന്നിട്ട് കുടുംബങ്ങളെ വിളിക്കും. ലിസ്വലാ, നിസ്കാരത്തിന് വേണ്ടി. നിസ്കാരം കൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കൊണ്ട് അവസാനത്തെ 10ലെ രാവുകളെ നബിതങ്ങൾ പകലുകളാക്കിയിരുന്നു, പകലുകളെപ്പോലെ ആക്കിയിരുന്നു. ഉറക്കമൊഴിച്ചിട്ട് ഇബാദത്തിലായി ചെലവഴിച്ചിരുന്നു എന്നുള്ളത്. കാരണം ഉറക്കമൊഴിക്കണമെങ്കിൽ, ആരാധനയ്ക്ക് വേണ്ടി ഉറക്കമൊഴിക്കണമെങ്കിൽ ഭക്ഷണ കാര്യത്തിലും കൂടെ ഒരു കുറവ് വരുത്തേണ്ടതുണ്ട്. അതും പറയുന്നുണ്ട് റസൂൽ ഐഷാബി പറയുന്നുണ്ട്, ഇദാ ദഖലൽ അശ്ർ, റമളാനിലെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ ശദ്ദ മിഅ്സറഹു, നബിതങ്ങൾ അരയുടുപ്പ് നബിതങ്ങളൊന്ന് മുറുക്കിയെടുക്കും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നിസ്കാരങ്ങൾക്ക് ഒരു ആവേശം കിട്ടാൻ വേണ്ടി, ഉറക്ക് വരാതിരിക്കാൻ വേണ്ടി, ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി നബിതങ്ങൾ ഭക്ഷണം കുറച്ച്, നമുക്കൊന്നും അത് പറയാൻ കഴിയില്ല, കാരണം നമുക്കൊന്നും അങ്ങനെ ആകാൻ സാധ്യമല്ല. അരയുടുപ്പ് ഒന്ന് മുറുക്കിയെടുത്ത് സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കുറച്ച്, നബിതങ്ങളുടെ ഭക്ഷണ രീതി തന്നെ എങ്ങനെയാ? റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണത്തെ 3 ഭാഗമാക്കും, വയറിനെ 3 ഭാഗമാക്കും. നബിതങ്ങളുടെ ഭക്ഷണ രീതി അങ്ങനെയാണ്. ഇസ്ലാമിൻ്റെ ഭക്ഷണ രീതിയും അങ്ങനെ തന്നെയാണ്. കുറഞ്ഞ ഭാഗം ഭക്ഷണം, കുറഞ്ഞത് വെള്ളം, കുറഞ്ഞത് ഒഴിവ്. ഇങ്ങനെ ആ ഭക്ഷണത്തിൽ തന്നെ നബി തങ്ങൾ കുറവ് വരുത്തും.
നബി തങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അള്ളാഹിൻ്റെ റസൂല് വഫാത്താകാൻ അടുത്തിട്ട് പോലും 63-ാമത്തെ വയസ്സ് നബി തങ്ങൾ എത്തിയിട്ടും നബി തങ്ങൾക്ക് ആരോഗ്യത്തിനൊരു പ്രശ്നവുമില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആരോഗ്യമാണ്, ഭക്ഷണ രീതിയാണ് യഥാർത്ഥത്തിൽ. ഭക്ഷണം യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് അനുകൂലമാക്കുന്ന രൂപത്തിലാക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. പലപ്പോഴും നമ്മുടെ ഭക്ഷണം നമുക്ക് രോഗമാകാറുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്കതിൽ നിന്ന് മാറുകയാണ്. ഭക്ഷണം കുറക്കും, അരയുടുപ്പ് മുറുക്കിയെടുക്കും. എന്നിട്ടോ നബിതങ്ങൾ രാത്രിയെ ജീവിപ്പിക്കും, നബിതങ്ങളെ കുടുംബത്തിനെ വിളിച്ചുണർത്തും, ആരാധനകളിൽ നിസ്കാരങ്ങളിൽ കഴിഞ്ഞുകൂടും നബിതങ്ങൾ. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു ഇബാദത്ത്, നബിതങ്ങൾ നിസ്കരിച്ച് നബിതങ്ങളുടെ കാലിൽ നിന്ന് വ്രണം ബാധിച്ചിരുന്നു, കാൽ വീർത്ത് മുറിവ് വന്നിരുന്നു, നീര് വന്ന് പൊട്ടിയൊലിച്ചിരുന്നു. അപ്പോഴല്ലേ ആയിഷ ബിബി ചോദിച്ചത്, നബിയെ അങ്ങയുടെ എല്ലാ ദോഷങ്ങളുള്ള പുറത്തു, പിന്നെന്തിന് നബി അങ്ങ് കഷ്ടപ്പെടണം? അപ്പോഴാണ് നബി പറഞ്ഞത്, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ എന്ന് നബി തങ്ങൾ ആയിഷ ബിബിക്ക് മറുപടി കൊടുത്തത് അങ്ങനെയാണ്. ആ ഒരു നന്ദി, അള്ളാഹു ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തനിക്ക് തന്നിട്ട് താൻ അതിനൊരു നന്ദി കാണിക്കുന്നവനാകണ്ടേ. അത് തന്നെ ആ ഒരു നല്ല മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനിക്ക് നന്ദി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം മനുഷ്യനിൽ നിന്ന് നന്ദികേടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത്രമാത്രം സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്ത റബ്ബിനെ നാം വണങ്ങാനുള്ള സമയം നമുക്ക് മതിയാവുകയില്ല. അത്ര അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുന്നവരും ഉപയോഗപ്പെടുത്തുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. എത്ര കണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുവോ അതിനനുസരിച്ചുകൊണ്ട് അതിന് ബദലായും കൊണ്ട് നന്ദി കാണിക്കാൻ നാം കടപ്പെട്ടവരാണ്. ഒരു പൊതുവായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം കൂടിയല്ലേ. ഉപകാരം ചെയ്തവനൊരു നന്ദി പറയാം. ഉപകാരം ചെയ്തവന് നന്ദി പറയൽ ഒരു ബുദ്ധിയുള്ളവൻ്റെ ബാധ്യതയാണല്ലോ. അപ്പോൾ നബിതങ്ങളുടെ ആ ഒരു രീതി അങ്ങനെയാണ്. കാരണം അവസാനത്തെ 10-ലാണ് ലൈലത്തുൽ ഖദർ വരുന്നത്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞല്ലോ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു പ്രത്യേകത. ലൈലത്തുൽ ഖദറിൻ്റെ ആ ഒരു രൂപവും അതിൻ്റെ കൂടുതൽ മഹത്വങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം പറയാം. മങ്കാമ ലൈലത്തുൽ ഖദർ ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ ഒരാൾ വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ് പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹ്. അവൻ്റെ എല്ലാ പാപവും പൊറുക്കപ്പെട്ടു എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കും. എല്ലാ പാപം പൊറുത്തു. അതിന് ലൈലത്തുൽ ഖദർ എന്നാ ലൈലത്തുൽ ഖദർ സംഭവിക്കുക? ലൈലത്തുൽ ഖദർ റമദാൻ അവസാനത്തെ 10-ലെ ഒരു രാവിൽ സംഭവിക്കും. അതാണ് എല്ലാ പണ്ഡിതന്മാരും വ്യക്തമായി നമ്മളെ പഠിപ്പിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10-ൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അതെന്നും ആവാം. അവസാനത്തെ 10-ൽ ഏത് രാവിലും സംഭവിക്കാം.
ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ വേറൊരു ഹദീസ് പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ഈ ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത് റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിൽ അത് സംഭവിക്കും. ഇനി അതിനേക്കാൾ നമുക്ക് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയില്ല. 27 രാവാണ് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. 27 രാവിന് സംഭവിച്ചിട്ടുമുണ്ട്. 27 രാവിന് സംഭവിക്കാവുന്നതുമാണ്. പക്ഷേ എല്ലാ വർഷവും 27 രാവിന് തന്നെ ആകണമെന്നില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 27 രാവിനത് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കേണ്ടതില്ല. അത് ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടോളണം എന്നില്ല. ലൈലത്തുൽ ഖദർ 27 രാവിന് ലൈലത്തുൽ ഖദർ സംഭവിച്ചിട്ടുണ്ട്. അതിൽ സാക്ഷിയായ ഒരുപാട് മഹാരഥന്മാരായ ആളുകളുണ്ട്. അവരുടെ കിതാബുകൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സംഭവിക്കുകയും ചെയ്യാം. പക്ഷേ എല്ലാ റമളാനിലും അങ്ങനെ തന്നെ ആകണം എന്നില്ല. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. കാരണം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു വൽ ഫജ്ർ വലയാലിൻ നശ്ർ, പ്രഭാതം തന്നെ സത്യം, 10 രാവുകൾ തന്നെ സത്യം. ആ 10 രാവുകളെ അത് റമളാനിലെ അവസാനത്തെ 10 എന്നുള്ള അഭിപ്രായം ചില മുഫസ്സിറുകൾക്കൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടെ ഈ അവസാനത്തെ 10 പ്രത്യേകത, കാരണം അവസാനത്തെ 10 ആ രാവിലാണ്, ലൈലത്തുൽ ഖദറിൻ്റെ രാവിലാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. 1000 മാസങ്ങളെക്കാൾ ഒരു മഹത്വം ഒരു രാത്രിക്കുണ്ടാവുക. അഥവാ ഒരു രാത്രി ഇബാദത്ത് ചെയ്താൽ അത് ഒരു 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുക എന്നുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്തുന്നതിന് എന്താ തടസ്സം? അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കാരണം അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അനുഗ്രഹീത രാവിലാണ് ഖുർആനിൻ്റെ അവതരണം ഉണ്ടായത്. ആ രാവിൽ തന്നെയാണ് ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അപ്പോൾ ആ രാവിനെ ധന്യമാക്കാനാണ് നമ്മൾ തുനിയേണ്ടത്. ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം കിട്ടാനുള്ള അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ദുആവും സിക്റും ഏതാണ്? നിബിതങ്ങൾ ആയിഷാ ബീവിയോട് പഠിപ്പിച്ചല്ലോ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇത് വർദ്ധിപ്പിക്കാനാണ് നിബിതങ്ങൾ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, പടച്ചോനെ നീ മാപ്പ് ചെയ്യുന്നവനാ. തുഹിബ്ബുൽ അഫ്വ, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമാണ് നീ. ഫഅഫു അന്നീ, എനിക്ക് മാപ്പ് ചെയ്യ റബ്ബേ, എനിക്ക് മാപ്പ് ചെയ്യ റബ്ബേ. അങ്ങനെ നമുക്കത് പറയാൻ കഴിയണമെങ്കിൽ അത് വർദ്ധിപ്പിക്കുമ്പോൾ, നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടുമെന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനത്തെ 10 പതിവായിട്ട് നമ്മൾ ചൊല്ലുന്ന ദുആ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ. ഇത്തൊക്കെ ചെല്ലണേ, നരകത്തിൽ നിന്ന് എന്നെ നീ ഒഴിവാക്കണേ അല്ലാഹ്. വദ്ഖിൽനിൽ ജന്നത, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ.
യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ. ഇതാണ് അവസാനത്തെ 10 സ്ഥിരമായി നിർവഹിക്കേണ്ട ദുആ, ദിക്ർ. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കിട്ടാൻ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു നമുക്ക് ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ വിശദമായ ഒരു വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് അന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറയണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.